ഈ അപകടങ്ങളിൽപ്പെട്ട് ഇതുപോലെ തന്നെ വിരലുകളിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വിരലുകളുടെ ഞരമ്പുകൾ മുറിയുക, അതുപോലെ തന്നെ പൊള്ളലേറ്റ ആൾക്കാർക്ക് നമ്മൾ പൊള്ളലിൻ്റെ ബേൺസ് സർജറി ചെയ്യുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഡിമ്മി ഹെറോൾഡ്, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ, കാരിത്താസ് മാതാ ഹോസ്പിറ്റൽ. ജൂലൈ 15 വേൾഡ് പ്ലാസ്റ്റിക് സർജറി ദിനമായി ആചരിക്കുകയാണ്. സമൂഹത്തിനിടയിൽ പ്ലാസ്റ്റിക് സർജറിയെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും തെറ്റിദ്ധാരണകളും മാറ്റാനും സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കിടയിലേക്കും പ്ലാസ്റ്റിക് സർജറിയെ എത്തിക്കാനും ഉദ്ദേശിച്ചാണ് നമ്മൾ ജൂലൈ 15 ഇങ്ങനൊരു പ്ലാസ്റ്റിക് സർജറി ഡേ ആയി ആഘോഷിക്കുന്നത്. പുരാതന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സുശ്രുതൻ ആണ് പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് സർജറി എന്നറിയപ്പെടുന്നത്? ഇതിലെന്തെങ്കിലും പ്ലാസ്റ്റിക് പോലത്തെ ഉൽപ്പന്നങ്ങൾ സർജറിയുടെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ? പ്ലാസ്റ്റിക് സർജറി ഉത്ഭവിച്ചത് ദ വേർഡ് പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്നാണ്. പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു മോൾഡ് അല്ലെങ്കിൽ ടു റീഷേപ്പ് അഥവാ രൂപാന്തരപ്പെടുത്തുക എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. രണ്ടാമത് ആളുകളുടെ ഇടയിലുള്ള ഒരു സംശയം എന്നത് സൗന്ദര്യം കൂട്ടാനായിട്ടുള്ള ഒരു സർജറി മാത്രമാണ് പ്ലാസ്റ്റിക് സർജറി. എന്നാൽ കോസ്മെറ്റിക് സർജറി അഥവാ എസ്തെറ്റിക് സർജറി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഭാഗം മാത്രമാണ്. മെയിനായിട്ടുള്ളൊരു വേറൊരു ഭാഗമാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് നമ്മൾ പറയും. റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് വെച്ചാൽ ഈ അപകടങ്ങളിൽപ്പെട്ട് ഇതുപോലെ തന്നെ വിരലുകളിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വിരലുകളുടെ ഞരമ്പുകൾ മുറിയുക, അതുപോലെ തന്നെ പൊള്ളലേറ്റ ആൾക്കാർക്ക് നമ്മൾ പൊള്ളലിൻ്റെ ബേൺസ് സർജറി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജന്മനാൽ വൈകല്യമുള്ള, അതായത് മുറിച്ചുണ്ട് അല്ലെങ്കിൽ ഈ ജന്മനാ തന്നെ വിരലുകളുടെ കൂടിച്ചേർന്നിരിക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിംഗേഴ്സ് ഉള്ള കുട്ടികൾ, അവരുടെ സർജറി ചെയ്യുന്നതും ഈ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ്. അതുപോലെ തന്നെ മൈക്രോവാസ്കുലർ സർജറി, അതായത് വിരൽ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ കൈ പൂർണ്ണമായിട്ട് മുറിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അതിൻ്റെ ഞരമ്പുകളും എല്ലാം തിരിച്ചു വെച്ച് ചെയ്യുന്ന ഓപ്പറേഷനാണ് മൈക്രോവാസ്കുലർ സർജറി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിനെ പറ്റി ആളുകളുടെ വേറൊരു സംശയമാണ്, പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ തീരെ പാട് കാണുകയില്ല, അതായത് സ്കാർ ലെസ് ആയിരിക്കും. എന്നാൽ അതൊരു തെറ്റായ ഒരു കൺസെപ്റ്റാണ്. കാരണം പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യുന്നത് ടിഷ്യൂവിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് ഏറ്റവും മിനിമമായ രീതിയിൽ ആ സ്കാറിനെ രൂപാന്തരപ്പെടുത്തുക, അതിനുശേഷം ആ പാട് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റൂടെ കൊടുത്ത് ഏറ്റവും മിനിമലായിട്ട് ആ സ്കാറിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് സർജൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഉള്ളൊരു സംശയം എന്ന് പറയുന്നത്, ഇത് സെലിബ്രിറ്റീസിന് മാത്രം, ഇല്ലെങ്കിൽ ഭയങ്കര ഒത്തിരി പൈസ ആകുന്നൊരു സർജറിയാണ് പ്ലാസ്റ്റിക് സർജറി. അത് ഒരു തെറ്റായ ധാരണയാണ്. ഇത് എല്ലാ വിഭാഗങ്ങൾക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു സർജറി തന്നെയാണ് പ്ലാസ്റ്റിക് സർജറി.